10,000 രൂപ ശമ്പളം കൊണ്ട് ജീവിതം തള്ളനീക്കാൻ തന്നെ പാടാണോ? പിന്നെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും? വിഷമിക്കേണ്ട. ചെറിയ വരുമാനത്തിലും വലിയ സമ്പാദ്യം ഉണ്ടാക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ബജറ്റിംഗ് റൂൾ ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ വരുമാനത്തിന്റെ 60% 6,000 രൂപ വീട്ടുവാടക, ഭക്ഷണം തുടങ്ങിയ അത്യാവശ്യ കാര്യങ്ങൾക്കായി മാറ്റിവെക്കാം. 20% 2,000 രൂപ നിർബന്ധമായും നിങ്ങൾ സമ്പാദ്യമായി മാറ്റിവെക്കണം. ബാക്കി 20% 2,000 രൂപ നിങ്ങളുടെ മറ്റ് വ്യക്തിപരമായ ചിലവുകൾക്കായി ഉപയോഗിക്കാം. ഓർക്കുക, തുകയല്ല, നിങ്ങളുടെ സ്ഥിരതയാണ് പ്രധാനം. അടുത്തത് എമർജൻസി ഫണ്ടാണ്. നിക്ഷേപം തുടങ്ങുന്നതിന് മുൻപ് ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക. കുറഞ്ഞത് 60,000 രൂപയെങ്കിലും ഇതിനായി മാറ്റിവെക്കാൻ ശ്രമിക്കും. അപ്രതീക്ഷിത ചിലവുകൾ വരുമ്പോൾ കടം വാങ്ങുന്നത് ഒഴിവാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഇനി എവിടെ നിക്ഷേപിക്കണം എന്ന് നോക്കാം. 1. SIP അഥവാ മ്യൂച്വൽ ഫണ്ടുകൾ. മാസം വെറും 500 രൂപയ്ക്ക് പോലും നിങ്ങൾക്കിത് തുടങ്ങാം. ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് വലിയ ലാഭം നൽകും. 2. RD. റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഏറ്റവും സുരക്ഷിതമായ മാർഗമാണിത്. 3. സ്കിൽ ഇൻവെസ്റ്റ്മെന്റ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. AI എഡിറ്റിംഗ് തുടങ്ങിയ പുതിയ കഴിവുകൾ പഠിക്കാൻ സമയം കണ്ടെത്തി വരുമാനം വർദ്ധിപ്പിക്കാൻ ഇതാണ് ഏക വഴി. ചില തെറ്റുകൾ നിങ്ങൾ നിർബന്ധമായും ഒഴിവാക്കണം. അനാവശ്യമായ ലോണുകൾ എടുക്കരുത്. കൃത്യമായ ധാരണയില്ലാതെ ട്രേഡിംഗിലോ ക്രിപ്റ്റോയിലോ പണം കളയുകയും ചെയ്യരുത്. തുടക്കം ചെറുതാണെങ്കിലും ഭാവിയിൽ അത് വലിയ മാറ്റമുണ്ടാകും. അതുകൊണ്ട് ഇന്ന് തന്നെ തുടങ്ങും. ഇതുപോലുള്ള ഫിനാൻസ് ടിപ്സുകൾക്കായി ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.